ഡോക്ടർ ശ്രുതിയുടെ സ്വദേശം ഇരിങ്ങാലക്കുട. ആയുസ്പർശം ക്ലിനിക്കൽ ഡോക്ടർ ചീഫ് കൺസൾട്ടന്റ് ആണ്. ഒപ്പം ലാൽ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആണ്, അവിടെ ആയുർവേദ വിഭാഗത്തിലെ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഡോക്ടർ നമുക്ക് ആഹാരരസങ്ങളെ കുറിച്ച് പറഞ്ഞു തരും. എല്ലാവരും സശ്രദ്ധം ഇത് കേൾക്കുമെന്ന് കരുതുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഡോക്ടർ ശ്രുതി, ഓവർ ടു യു. ഡോക്ടറെ വോയിസ് ഡോക്ടറെ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. അപ്പൊ ഇന്ന് ആയുർവാണിയില് എനിക്ക് പറയാനായിട്ട് തന്നിരിക്കുന്ന ടോപ്പിക് രസഭേദങ്ങളാണ്. രസഭേദങ്ങൾ എന്ന് പറയുമ്പോൾ രസം, ആ രസം ഉദ്ദേശിക്കുന്ന രസം നവരസം അല്ല, നമ്മുടെ ഇതല്ല, സ്വാദ് അല്ലെങ്കിൽ രുചി. അപ്പൊ ഈ രുചിയും ആഹാരവുമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ വിഷ്ണു ഡോക്ടർ എടുത്തത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, അവർ ഫോളോ ചെയ്യുന്ന ആൾക്കാർ കേട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് തന്നെയാണ് ഈ രുചി. ആഹാരം എങ്ങനെ കഴിക്കണം, അതിന്റെ അളവും അതിന്റെ കാര്യങ്ങളൊക്കെയാണ് വിഷ്ണു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവുക. അതിന്റെ ഒരു ബാക്കിയായിട്ടാണ് രസങ്ങളെ പറ്റി പറയുന്നത്. അപ്പൊ ഈ രസങ്ങളെ കുറിച്ച് നമുക്ക് എങ്ങനെ കൂടുതൽ അറിയണം എന്ന ഒരു സംശയം വന്നേക്കാം. ഇപ്പൊ രസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം അല്ലെ, മധുരം, എന്തൊക്കെ രസങ്ങൾ, എന്തൊക്കെ ടേസ്റ്റ് ആണ് എന്നുള്ളത് എല്ലാവർക്കും ഇപ്പൊ അറിയാം അല്ലെ. എല്ലാവരും നമ്മൾ പറയുന്നുണ്ട് മധുരം, ഉപ്പ്, പുളി, കയ്പ്പ്, അങ്ങനെ പൊതുവായിട്ട് നമ്മൾ പറയുന്ന രസങ്ങളെല്ലാം നമുക്കറിയാം. അപ്പൊ ഇതെങ്ങനെ ശരീരത്തിനെ ബാധിക്കുന്നുണ്ട്, ശരീരത്തിൽ അതിന്റെ എഫക്റ്റ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഇന്ന് ഞാൻ പറയണത്. അതുകൊണ്ട് തന്നെ അത് ആഹാരത്തിനെ പറ്റി പറഞ്ഞതിന്റെ ഒരു ബാക്കിയാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു എന്താ പറയാ, മധുരം, അമ്ലം, ലവണം എന്നുള്ള ഒരു വേർതിരിച്ച് പറയാത്ത ഒരു സമയത്ത് ഒരു കഥയായിട്ട് ഞാൻ തുടങ്ങുകയാണ്. അപ്പൊ അങ്ങനെ ഒരു പണ്ട് എന്ന് പറയാം, അന്ന് കുറച്ച് മഹർഷിമാരൊക്കെ കൂടി ഇരുന്നിട്ട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്തതാണ്. അപ്പൊ ഒരു മഹർഷിമാരെന്ന് പറഞ്ഞാൽ മഹാന്മാരായ ഋഷിമാരാണ്. അവര് ഒരുപാട് അറിവ് സമ്പാദിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ, ഏതു നേരവും ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക്, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ആൾക്കാര്. അപ്പൊ അവര് ഒരു ചൈത്രരഥം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാട്ടില് ഒരുമിച്ചിരുന്ന് തമാശക്കായിട്ട് ഒരു വിനോദത്തിനായിട്ട് അവർ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ വന്നിട്ടുള്ള ഒരു ഡിസ്കഷനാണ് രസങ്ങളെ കുറിച്ചിട്ട്. അപ്പൊ അതിൽ അവരിങ്ങനെ ചോദിക്കുകയാണ്, എത്ര തരത്തില് ഈ രസങ്ങൾ, ആഹാര രസങ്ങൾ എത്ര തരത്തിലുണ്ട്, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ, അതൊക്കെ ചോദിക്കുകയാണ്. ആ സമയം ആദ്യം ഒരാള് പറയാണ്, ഭദ്രകാപ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള മഹർഷി ആദ്യമായിട്ട് പറയാണ്, ആകെ ഒരു രസം തന്നെയുള്ളൂ, ഒറ്റ രസേ ഉള്ളൂ, ആഹാരത്തിനെല്ലാം ഒരേ ഒരു രസേ ഉള്ളൂ, അത് നമ്മുടെ നാവില് അനുഭവപ്പെടുന്ന, എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, കേൾക്കണില്ലേ? അപ്പൊ നമ്മുടെ നാവില് പല ഭാഗങ്ങളിൽ അല്ലെങ്കിൽ പലതരത്തിൽ അനുഭവപ്പെടുന്നതാണ്, നാവിന്റെ പ്രത്യേകത കൊണ്ടാണ് അത് പലതായിട്ട് നമുക്ക് തോന്നണത് എന്ന് പറയണ ഒരാള്. ഇപ്പൊ മറ്റൊരാള് പറയും, അങ്ങനെ പറഞ്ഞാൽ മതിയോ, നമ്മുടെ ആ രസങ്ങൾ നമ്മുടെ ശരീരത്തിൽ അതിന് പല പ്രത്യേകതകൾ ഉണ്ടാക്കണില്ലേ, ഇപ്പൊ നമ്മുടെ ശരീരത്തിലെ ദോഷങ്ങളെയൊക്കെ കളയണത്, അതുപോലെ ദോഷങ്ങളൊക്കെ ശമിപ്പിക്കണത്, അങ്ങനെ രണ്ടു തരത്തിലായിട്ട് അതിനെ നമുക്ക് പറഞ്ഞൂടെ? വേറൊരാള് ചോദിക്കുന്നു. അത് കഴിഞ്ഞ് വേറൊരാള് പറയുന്നു, അപ്പൊ അങ്ങനെ അത് രണ്ടും ചെയ്യാത്തതും ഇല്ലേ, അതിനൊരു സാധാരണ എന്ന് പറഞ്ഞിട്ട് മൂന്നാമതൊരു കോമ്പിനേഷനും കൂടി പറഞ്ഞൂടെ എന്ന് പറയുന്നു. അപ്പൊ ഒന്നാലോചിക്കണം, നമ്മൾ ഓരോ ഇതിനും വേർഡുകൾ കണ്ടെത്താത്തൊരു സമയത്താണ് കേട്ടോ. അപ്പൊ മറ്റൊരാള് പറയാണ്, അല്ല ഇതല്ല, സ്വാദുള്ളത്, നല്ല സ്വാദുള്ളത് എന്നാൽ ശരീരത്തിന് ഗുണം ചെയ്യണത്, എന്നാൽ സ്വാദുള്ളത് ശരീരത്തിന് ദോഷം ചെയ്യണത്, അങ്ങനെ. പിന്നെ സ്വാദുള്ളത് ഗുണം ചെയ്യാത്തത്, സ്വാദില്ലാത്തത് ഗുണം ചെയ്യുന്നത്, സ്വാദില്ലാത്തത് എന്നാൽ ദോഷം ഇല്ലാത്തത്, അങ്ങനെ കോമ്പിനേഷൻസ് 4 കോമ്പിനേഷൻ ആയിക്കൂടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പല ഡിസ്കഷനിൽ അവസാനം ചെന്ന് എത്തിച്ചേരുന്നതാണ് അതിനെ ഈ 6 രസങ്ങളായിട്ട് പരിഗണിക്കാം. മധുരം, അമ്ലം എന്ന് പറഞ്ഞാൽ പുളി, ലവണം ഉപ്പ്, പിന്നെ കടു എന്ന് പറയുമ്പോൾ എരിവ്, തിക്തം കയ്പ്, കഷായം ചവർപ്പ്, അങ്ങനെ 6 രസങ്ങൾ എന്ന് പറഞ്ഞ് അത് അവസാനം കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് തന്നെ ഈ മധുരം, അമ്ലങ്ങൾ, ഉപ്പ്, എരിവ് അതൊക്കെ കോമ്പിനേഷൻ ആയിട്ട് വരുമ്പോൾ വീണ്ടും പല ഭേദങ്ങൾ അല്ലെങ്കിൽ അതിന്റെ തന്നെ പല രുചികൾ നമുക്കറിയാം.
നമ്മൾ കഴിക്കുന്ന ഓരോ ആഹാരത്തിനും ഓരോ രുചിയാണ്. അപ്പൊ അതിനെ ഈ 6ലേക്ക് നമുക്ക് ഒതുക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ കോമ്പിനേഷൻ വരുമ്പോൾ വീണ്ടും 63 വരുന്നു എന്ന് പറയുന്നു. അതിലും ഇനിയും പല ഒന്ന് കൂടിയും ഒന്ന് കുറഞ്ഞും ഇരിക്കുമ്പോൾ അതിലും ഇനിയും വ്യത്യാസം വരുന്നു. ഒരു സെക്കൻഡ്. അപ്പൊ അതിലും ഇനിയും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ വ്യത്യാസങ്ങൾ ഇതെങ്ങനെ ആഹാരത്തിന് എങ്ങനെ ഇങ്ങനെ രസങ്ങൾ വന്നു, പല ടേസ്റ്റുകൾ വന്നു. അപ്പൊ ഓരോ ദ്രവ്യങ്ങള് നമ്മൾ കഴിക്കുന്ന ഓരോ ദ്രവ്യങ്ങളും പഞ്ചമഹാഭൂതങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഓരോ ദ്രവ്യം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ പഞ്ചമഹാഭൂതം പൃഥ്വി, ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം, ഇതിന്റെ കോമ്പിനേഷനാണ് ഓരോ ദ്രവ്യങ്ങളും. ഇതിന്റെ അളവിലുള്ള വ്യത്യാസങ്ങളാണ് ഓരോ ദ്രവ്യങ്ങളിലും പല സ്വാദായിട്ട് വരാൻ കാരണം. അതായത് മധുര രസത്തില് കൂടുതലായിട്ട് വരുന്നത് ഭൂമിയും ജലവും മഹാഭൂതവും ചേർന്നിട്ടാണ് മധുരരസം ഉണ്ടായിട്ടുള്ളത് എന്നും, പിന്നെ അഗ്നിയും ഭൂമിയും ചേർന്നിട്ട് അമ്ലവും, ജലവും അഗ്നിയും ചേർന്നിട്ട് ലവണവും, പിന്നെ ആകാശവും വായുവും ചേർന്ന് തിക്തവും, അഗ്നിയും വായുവും ചേർന്ന് കടു എന്ന് പറഞ്ഞാൽ എരിവ്, പിന്നെ ഭൂമിയും വായുവും ചേർന്നിട്ട് കഷായരസവും. അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത്. അത് നമുക്കതിങ്ങനെ ശരിക്കും പഞ്ചമഹാഭൂതത്തിന്റെ പ്രത്യേകതകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അതിനായിട്ട് യോജിപ്പിക്കാൻ പറ്റും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെയാണ് ഇതില് ദ്രവ്യങ്ങളില് ഈ വ്യത്യാസം വന്നിട്ട് അതാണ് പലതരത്തിലായിട്ട് ഓരോ ദ്രവ്യത്തിനും അതിന്റെ ഏറ്റക്കുറച്ചിൽ കാരണമാണ് പല രസങ്ങളായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടുന്നത് എന്ന് പറഞ്ഞു. ഇനി ഇതില് പലതരം മധുരങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ മധുരത്തിന് മൊത്തത്തില് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മധുരം നമുക്കറിയാം, നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മള് ഇപ്പോ ഒരു ലബോറട്ടറി ടെസ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും ഇതിന്റെ ഫാർമക്കോളജിയിലൊക്കെ പോയി അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് തന്നെ എത്തും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു മധുരം നമുക്ക് വായിൽ വെച്ചാൽ വായിൽ വെള്ളം വരുന്നു അല്ലെ. ദേഹത്തിന് മധുരം പുഷ്ടി ഉണ്ടാക്കുന്നതാണ്. മധുരം കഴിച്ചു കഴിഞ്ഞാൽ ദേഹം നന്നാവും അല്ലെ, തടിക്കുന്നു പറയും നമ്മള്. അതുപോലെ തന്നെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും പഞ്ചേന്ദ്രിയങ്ങൾക്കൊക്കെ നല്ലതാണ്, പുഷ്ടി ഉണ്ടാക്കുന്നതാണ് മധുരം. അത് നമുക്കറിയാം. നമുക്കെന്ന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ഇഷ്ടമുള്ള പ്രിയമുള്ള സ്വാദാണ് മധുരം. ഒരു പഞ്ചസാര കുറച്ച് ഇപ്പുറത്തൊരു മുളകും വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പായാലും എന്ത് ജന്തു ആയാലും ആ മധുരത്തിലേക്കാണ് ചെല്ലണത് അല്ലെ, നേരെ മുളകിലേക്കല്ല ചെല്ല. അപ്പൊ മധുരമാണ് ഒരുവിധം എല്ലാ ജീവജാലങ്ങൾക്കും ഇഷ്ടമുള്ള രസം. അതുപോലെ പുളിയെ പറ്റി പറയുകയാണെങ്കിൽ പുളി എങ്ങനെയാ, പുളി എന്ന് പറയുമ്പോ തന്നെ നമുക്ക് വായില് വെള്ളം വരും അല്ലെ. അപ്പൊ അതുപോലെ വായില് കഴുകുന്ന പോലെ അത്രയും വെള്ളം ഉണ്ടാക്കുന്ന ഒരു രസമാണ് പുളി. അതുപോലെ ഈ വായിൽ വെള്ളം വരുമ്പോ എന്താ ഉണ്ടാവുന്നത്, വായിലൊക്കെ നല്ല വൃത്തിയാവുന്നു അല്ലെ. അങ്ങനെ വൃത്തിയാക്കുന്നതാണ്. മാത്രമല്ല അത് കഴിച്ചു കഴിഞ്ഞാലോ നമുക്കിങ്ങനെ രോമാഞ്ചം അല്ലെ, രോമൊക്കെ പൊന്തി നിൽക്കുന്ന പോലെ പുളിപ്പും ഒരു തരിപ്പും ഒക്കെ, പല്ലിലൊക്കെ ഒരു തരിപ്പ് ഉണ്ടാക്കുന്ന ആ രസമാണ് പുളി. അതുപോലെ ഉപ്പ് അടുത്തത്. ഉപ്പ് എന്ന് പറഞ്ഞാല് ഉപ്പും ഇതുപോലെ രുചി ഉണ്ടാക്കുന്നതാണ്. എല്ലാ ആഹാരത്തിനും രുചിയെ കൂട്ടുന്ന ഒരു രസമാണ് ലവണം. അത് വായിൽ വെക്കുമ്പോൾ വെള്ളമൊക്കെ വരും. മാത്രമല്ല അത് കുറച്ച് ഉപ്പ് കഴിച്ചു കഴിഞ്ഞാൽ പറയണത് ചെറിയൊരു ദാഹം, ചെറിയൊരു പുകച്ചില് നമ്മുടെ വായുടെ ഉള്ളിലും കണ്ടത്തിലും കഴുത്തിലും ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ലവണത്തില് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പഞ്ചമഹാഭൂത കോമ്പിനേഷൻ പറഞ്ഞല്ലോ. ലവണത്തില് കൂടുതലായിട്ട് പറയണത് ജലവും അഗ്നിയുമാണ്. അപ്പൊ അതുപോലെയാണ് നമുക്ക് ഉപ്പ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ചൂട് വായ അനുഭവപ്പെടുന്നുണ്ടാവും എല്ലാവർക്കും. ഉപ്പ് മാത്രം കുറച്ച് കഴിച്ച് നോക്കിയാൽ അറിയാം. അതാണ് പറയുന്നത്. പിന്നെ തിക്തം, കയ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കയ്പ് ശരിക്കും ഒരു ക്ലീൻ ചെയ്യണതാണ് നമ്മുടെ വായിൽ. ഈ ഇപ്പൊ പറഞ്ഞ എല്ലാം മധുരം, അമ്ലം, ലവണം ഇതൊക്കെ വായിൽ വെള്ളത്തിനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. എന്നാൽ കയ്പിന് നേരെ വിപരീതമാണ്. വെള്ളത്തിനൊക്കെ ഒന്ന് കുറയ്ക്കണതാണ്, ഒന്ന് വിശദമാക്കുന്നത്, വായൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നതാണ് തിക്തം. അത് മാത്രമല്ല ഈ തിക്തം കഴിക്കുമ്പോൾ നാവിന് മറ്റു രസങ്ങളെ അറിയാനുള്ള കഴിവ് കുറച്ച് കുറയണു എന്നാണ് പറയുന്നത്.
ശരിയാണ്, നമുക്കതൊക്കെ അനുഭവിച്ചറിയുന്നതാണ്. ഇതിങ്ങനെ പറയുമ്പോൾ നമ്മൾ അത് കഴിക്കുന്നതൊന്ന് ആലോചിച്ചാൽ നമുക്ക് കുറേശ്ശെ അത് അനുഭവമായിട്ട് തോന്നും. അതുപോലെ കടു എന്ന് പറഞ്ഞാല് എരിവ്. എരിവിന്റെ പ്രത്യേകത എന്താ? എരിവ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാവിലൊക്കെ ഒരു തരിപ്പ് പോലെ അല്ലെ, ഒരു ചുട്ടുനീറ്റിലെ തരിപ്പ്, കണ്ണിലും മുക്കിലും ഒക്കെ വെള്ളം വരുന്നു അല്ലെ. പ്രാണികൾ ഈ എന്താ പറയാ ഉറുമ്പൊക്കെ കടിക്കണ പോലത്തെ തോന്നലുണ്ടാവും എന്നാണ് പറയുന്നത് അല്ലെ. ഒരു ചെറിയ വേദന പോലെയുള്ള അനുഭവമാണ് നമ്മുടെ വായിലൊക്കെ വരുന്നത് ഈ എന്താ എരിവ് കഴിച്ചു കഴിഞ്ഞാല്. അതുപോലെ കഷായം എന്ന് പറഞ്ഞാലും ഈ കയ്പ്പ് പറഞ്ഞ പോലെ തന്നെയാണ്. നാവിനെ വഴങ്ങാതെ ആക്കണതാണ്. നാവിനെ ഒരു ജഡത്വം, നാവിനെ അനങ്ങാതെ അല്ലെങ്കിൽ നാവിനെ അവിടെ പിടിച്ചു നിർത്തണ ഒരു എഫക്റ്റാണ് കഷായം കഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ കണ്ഠത്തിനും സ്രോതസ്സിനും ഒക്കെ ഒരു അടപ്പ് ഉണ്ടാക്കണം, ഒരു തൊണ്ട കടയണ പോലെ ഒരു ഫീലിംഗ് ആണ് കഷായം കഴിച്ചു കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. ഇത് സാധാരണ നമ്മൾ കഴിക്കുമ്പോഴത്തെ ഒരു അനുഭവമാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ഈ രസങ്ങൾ തന്നെ നമ്മൾ വായിൽ വച്ച് കഴിഞ്ഞാൽ അറിയുന്നതാണ് രസം അല്ലെ. നമ്മൾ വായിൽ ഇപ്പൊ ഒരു എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും ഡ്രൈ ആയിട്ട് അത് നമ്മുടെ വായിൽ വെക്കുമ്പോൾ ആദ്യം അനുഭവപ്പെടുന്ന ആ ടേസ്റ്റിനെയാണ് രസം എന്ന് പറയുന്നത്. അങ്ങനെ അനുഭവപ്പെടുന്ന ടേസ്റ്റിന്റെ കൂടെ നമുക്ക് ഉണ്ടാവുന്ന ഫീലിങ്സ് ആണ് ഇപ്പൊ പറഞ്ഞത് മുഴുവനും. ഇത് വായിൽ വെച്ച് വായയുടെ വെള്ളത്തിനോട് ചേർന്ന് കഴിഞ്ഞാൽ അതിന് വേറൊരു സ്വാദും കൂടെ ചില ദ്രവ്യങ്ങൾക്ക് സ്വാദ് അറിയാറുണ്ട്. അങ്ങനെ അറിയുന്ന രസങ്ങളെ അനുരസം എന്ന് പറയുന്നുണ്ട്. അതിനും നമ്മുടെ ശരീരത്തിൽ പല കാര്യങ്ങളും പല എഫക്റ്റും ഉണ്ടാവുന്നുണ്ട്. ഈ അനുരസം എന്ന് പറഞ്ഞാൽ ഈ 6 എണ്ണത്തിന് വ്യത്യാസമൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ് അറിയണത്. അതിപ്പോ ഒരു ഉദാഹരണം പറയാന്ന് വെച്ചാൽ തേൻ നമ്മുടെ വായിൽ വെച്ചാൽ ആദ്യം മധുരമാണ് അറിയാം, പക്ഷെ പിന്നെ ഒരു ചെറിയൊരു കഷായരസം, ചെറിയൊരു ചവർപ്പോ കയ്പോ അങ്ങനെ ഒരു സ്വാദ് അറിയും. അതാണ് ഈ അനുരസം എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് അത് നമുക്ക് പെട്ടെന്ന് അറിയുന്ന കാര്യങ്ങൾ. ഇനി അതിന്റെ കർമ്മങ്ങൾ, ഈ രസങ്ങൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്തത് പറയണത്. അതായത് മധുരം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും സാത്മ്യമായിട്ടുള്ള ഒരു ഇതാണ്. ഒരു കുട്ടി ജനിച്ചാൽ ആദ്യം കൊടുക്കുന്ന ഇതിന് മധുരമാണ്. നെയ്യിനും തേനും എന്ന് പറഞ്ഞാൽ മധുരമാണ്, പാലിന് മധുരമാണ്. അപ്പൊ ആത്മജ സാത്മ്യമായിട്ടുള്ള ഒരു രസമാണ് മധുരം. അത് നമ്മുടെ എല്ലാ ധാതുക്കൾക്കും, സപ്തധാതുക്കൾ എന്ന് പറയില്ലേ, രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്രം, എല്ലാത്തിനെയും പുഷ്ടി ഉണ്ടാക്കുന്ന ഒരു രസമാണ് മധുരം. അത് നമുക്കറിയാം, എന്തൊരു പായസം കഴിച്ചാൽ നമുക്കൊരു ഹെവിനെസ് ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു ഗുരുത്വം കൊടുക്കണം, നമ്മുടെ ശരീരത്തിന് ഒരു ഗുരുത്വം കൊടുക്കുന്ന ഒരു സ്വാദാണ് മധുരം. ഇത് ശരിക്കും ആയുസ്സിന് ബലം കൊടുക്കുന്ന, ആയുസ്സിനെ ദീർഘിപ്പിക്കുന്നതാണ്. മറ്റു ചിലത് ക്ഷയിപ്പിക്കുന്നതുണ്ട്, അതുകൊണ്ടാണ് ഇത് പറയുന്നത് ആയുസ്സിനെ ദീർഘിപ്പിക്കുന്നത്. ആയുസ്സിനെ നമ്മൾ കുട്ടി വളരുമ്പോൾ മധുരം നമ്മൾ പറയും കാർബോഹൈഡ്രേറ്റ് കുട്ടികൾക്ക് കൂടുതൽ കൊടുക്കുന്നു, കാർബോഹൈഡ്രേറ്റിൽ മധുരമാണ്. അപ്പൊ ഇത് കൊടുക്കുന്ന കുട്ടികൾ വളർച്ച ഉണ്ടാവുള്ളൂ എന്ന് പറയും അല്ലെ. ശരീരത്തിന്റെ ഓരോ സെല്ല് ഉണ്ടാവാൻ കാർബോഹൈഡ്രേറ്റ് വേണം. അതുപോലെ തന്നെയാണ് സെല്ല് ഓരോ അതിന്റെ വിഘടനത്തിന് വേണ്ടിയിട്ടും അതിന്റെ വളർച്ചയ്ക്കും വേണ്ടിയിട്ടും നമുക്ക് മധുരം വേണം. ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളെ നല്ല പ്രസന്നമാക്കുന്ന ഒരു സ്വാദാണ് മധുരം. അപ്പോ ശരീരത്തിന് ബലം, വർണ്ണം, അതുപോലെ ഈ വാദം കുറയ്ക്കുന്നത്, വാതിക അസുഖങ്ങള്, ശരീരത്തിന് വാദത്തിന്റെ അസുഖമുള്ള ആൾക്കാരിൽ ദഹനം നേരെയായി കഴിഞ്ഞാൽ മധുരം കൊടുക്കുക നല്ലതാണ്. അതുപോലെ ഈ ചുട്ടുനീറ്റുക, ദാഹം അങ്ങനെയൊക്കെ ഉള്ളതിനെയൊക്കെ ശമിപ്പിക്കുന്നതാണ്. തൊലിക്കൊക്കെ നല്ല മൃദുത്വം, നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാക്കുന്നതാണ്. മുടി ഉണ്ടാവാൻ നല്ലതാണ്. എന്താ പറയാ, ശബ്ദത്തിന്, കണ്ഠശുദ്ധിക്ക് നല്ലതാണ്. അതുപോലെ ശരീരത്തിന് നല്ല ദൃഢത ഉണ്ടാവാനും എല്ലാ ധാതുക്കളും പോഷിപ്പിക്കാനും ഒക്കെ മധുരം നല്ലതാണ്. അത് കുട്ടികൾക്ക് മാത്രമല്ല, വൃദ്ധന്മാർക്ക്, പ്രമേഹം ഇല്ലാത്തവർക്ക് കേട്ടോ. അതുപോലെ ക്ഷതക്ഷീണന്മാർക്ക്, അത് എന്തെങ്കിലും ഇപ്പൊ സർജറി കഴിഞ്ഞിരിക്കുന്നവർക്കാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാർക്കാവാം. അങ്ങനെയുള്ളവർക്കൊക്കെ അത് നല്ലതാണ്. നല്ല നിറം ഉണ്ടാവാൻ, നല്ല മുടി ഉണ്ടാവാൻ, ഇന്ദ്രിയങ്ങൾക്കൊക്കെ നല്ല തെളിമ ഉണ്ടാവാൻ, നമ്മുടെ ഓജസ്സൊക്കെ നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ശബ്ദം നന്നാവാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ പ്രസവിച്ച് കിടക്കുന്നവരിൽ മുലപ്പാല് നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒക്കെ മധുരം നല്ലതാണ്. എന്നാല്
ഈ മധുരങ്ങള് ഇത് കൂടുതലായാലത്തെ പ്രശ്നങ്ങൾ വേറെ ഉണ്ട്, അത് ഞാൻ പറയാം, ഓരോന്നായിട്ട് പറയാം. ഈ മധുരത്തിൽ തന്നെ മധുര ഗണം എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ നമ്മൾ പൊതുവായിട്ട് കഴിക്കുന്നതിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഇനി മധുരം ഉള്ളത് എന്ന് പറയാം. അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, നെയ്യും തേനും എന്ന് പറഞ്ഞു. അതേപോലെ സ്വർണം, ശർക്കര, വാഴപ്പഴം, പനമ്പഴം, ശതാവരി, ചക്ക, കുറുന്തോട്ടി, കാട്ടുഴുന്ന്, കാട്ടുപയറ്, ഓരില, മൂവില, ജീവകം, ഇടവകം, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് മരുന്നുകള്. ഇപ്പോ ജീവനീയ ഗണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിലുള്ളതൊക്കെ മധുരാണ്. പൂവ, പാല്, കരിമ്പ്, ഞെരിഞ്ഞില്, തേന്, ഇതൊക്കെ മധുരാണ്. അപ്പൊ ഈ മധുരദ്രവ്യങ്ങള് മിക്കവാറും കഫത്തിനെ ഇത്തിരി കൂട്ടണതാണ്. അപ്പൊ അതില് ഈ പഴകിയ നെല്ല്, ചെന്നെല്ല് ഉണ്ടല്ലോ, നമ്മള് മട്ടേരി എന്ന് പറയുന്ന സാധനം, മട്ട അരി, അതുപോലെ യവം, ചെറുപയറ്, ഗോതമ്പ്, തേന്, പഞ്ചസാര, ഇതൊക്കെ ഒഴിച്ചിട്ടുള്ള ബാക്കിയെല്ലാം അല്ലാണ്ട് കഫത്തിനെ കൂട്ടണതാണ്. കഫം മധുരം കഴിച്ചു കഴിഞ്ഞാൽ കഫം കൂടുന്നു. കഫക്കെട്ടുള്ളവർക്കാണെങ്കിലും കഫപ്രകൃതിയായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഈ മധുരങ്ങള് ഇതൊഴികെയുള്ള എല്ലാ സാധനങ്ങളും മധുരത്തിനെ കൂട്ടും. ഏതൊക്കെ പറഞ്ഞ ചെന്നെല്ലരി, യവം, ചെറുപയറ്, ഗോതമ്പ്, തേന്, പഞ്ചസാര, ഇതൊന്നും കൂട്ടില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് എന്നും കഴിക്കാം, വലിയ പ്രശ്നമില്ലാത്തതാണ്. ബാക്കിയെല്ലാം എന്നും കഴിക്കരുത് എന്നാണ് പറയുന്നത്. എന്നും കഴിക്കരുതെന്ന് പറഞ്ഞാൽ ഇത് മധുരം കൂടുതലായിട്ടുള്ളതിന്റെ ദോഷങ്ങളെ നമുക്ക് കാരണമാവും. അപ്പൊ മധുരത്തിന്റെ പറഞ്ഞു, ഇനി പുളിയുടെ പറയാം. പുളിരസം കഴിച്ചു കഴിഞ്ഞാല് പുളിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, പുളി ശരീരത്തില് അഗ്നിയെ, അതായത് നമ്മുടെ ഡൈജഷനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്, അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതാണ്, ദഹനശക്തി കൂട്ടണതാണ്. അതിന് ചെറിയൊരു സ്നിഗ്ധത്വം ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ ഹൃദ്യമാണെന്ന്, അതായത് ഹൃദ്യം മീൻസ് നമ്മുടെ ഹൃദയത്തിന് നല്ലത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് എന്നുള്ളത് കണക്കാം. പുളി ഒരുമിധം എല്ലാവർക്കും കഴിക്കും, അതിനെ പുളിയെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ കഴിക്കാനുള്ള ഒരു തോന്നൽ ഉണ്ടാവുമല്ലോ, അതായിരിക്കാം ഹൃദ്യം എന്ന് പറയുന്നത്. അതുപോലെ പാചനം പെട്ടെന്ന് ദഹനം ഉണ്ടാക്കുന്നതാണ്, രുചി ഉണ്ടാക്കുന്നതാണ്. അത് പുറമേ തണുപ്പാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പുളിയുള്ള നമുക്ക് ഉദാഹരണത്തിന് തൈരായിക്കോട്ടെ, ചെറുപഴം ആയിക്കോട്ടെ, പുറമേ പുരട്ടുമ്പോൾ അത് തണുപ്പാണ്. എന്നാൽ അകത്തേക്ക് കഴിക്കുമ്പോൾ ചെറിയൊരു വിദാഹം, ചെറിയൊരു ഉൾപ്പൊഴുക്കം ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് ആണ് പുളി. അത് പറഞ്ഞ പോലെ ശരീരത്തിലുള്ള മലങ്ങളെയൊക്കെ ഇളക്കി കളയുന്നതും കഫത്തിനെയും പിത്തത്തിനെയും ഒക്കെ ഉണ്ടാക്കും. അങ്ങനത്തെ, എന്നാൽ വാദത്തിനെ അനുലോമിപ്പിക്കുന്നതാണ്. ഇപ്പൊ വയറില് സ്തംഭനമൊക്കെ ഉള്ള ആൾക്കാർക്ക് പുളി കഴിച്ചാൽ ഈ വാതാനുലോമനം, വയറ് വല്ലാണ്ട് വീർപ്പുമുട്ടലൊക്കെ ഒന്ന് കുറയും. അങ്ങനെയാണ് അതിന്റെ ഒരു പ്രത്യേകത. അതുപോലെ ആഹാരത്തിന് നല്ല സ്വാദ് ഉണ്ടാവാനും ശരീരത്തിന് തടുപ്പിക്കാനും ഒക്കെ പുളി നല്ലതാണ്. അത് അധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ ശരീരത്തിനൊരു ശിഥിലത, അതുപോലെ പെട്ടെന്ന് കണ്ണിനൊന്നും അത്ര നല്ലതല്ല. ചൊറിച്ചിലുകള്, സ്കിന്നിനുള്ള പിത്തം കൂടിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക്, അതായത് ചെറിയ ചൊറിച്ചിലുകൾ ഉണ്ടാവാം, വിളർച്ച ഉണ്ടാവാം, കയ്യിൽ വിസർപ്പം പോലെയുള്ള എന്താ പറയുക കുമിളകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. വിസർപ്പം, വിസ്ഫോടം എന്നൊക്കെ പറഞ്ഞിട്ട് ചില അസുഖങ്ങളുണ്ട്, അതൊക്കെ അതുപോലെയൊക്കെ ഉണ്ടാവാം. നീർക്കെട്ടുകൾ ഉണ്ടാവാം, ദാഹം, തൃഷ്ണ, ജ്വരം ഒക്കെ ഉണ്ടാവാം, പനിയൊക്കെ ഉണ്ടാവും, ശരീരത്തിന് ചൂട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഇതാണ് അത് അധികമായിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത്. അതുപോലെ പല്ല് പുളിപ്പ്, പല്ലിന് ഇളക്കം പോലെ, നമുക്ക് തൊണ്ടയിലൊക്കെ വെള്ളം വറ്റിയ പോലെയുള്ള ഫീലിങ്, രക്തദുഷ്ടി ഉണ്ടാവാം. അങ്ങനെ കുറെ പ്രശ്നങ്ങളാണ് ഈ പുളി കൂടുതലായാല്, പുളിയുള്ളത് നമ്മൾ നിത്യം ഒരുപാട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുളി മാത്രം എല്ലാത്തിലും പുളി ചേർത്ത് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നങ്ങളാണ് ഈ പറയുന്നത്. അതില് പുളിയുള്ള ആഹാരങ്ങള് പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന കാര്യങ്ങൾ: നെല്ലിക്ക, വാളംപുളി, നാരങ്ങ, പിന്നെ മാതളം, ചുത്തപ്പുളി, അങ്ങനെ തൈര്, മാമ്പഴം, അമ്പഴങ്ങ, മാമ്പഴത്തിൽ തന്നെ പച്ചമാങ്ങയും പുളിയുള്ള മാങ്ങയും ഉണ്ടല്ലോ. അപ്പൊ മധുരത്തിലും മാമ്പഴം പറയുന്നുണ്ട്, ഇതിലും പറയുന്നുണ്ട്, പുളിയിലും പറയുന്നുണ്ട്.
അമ്പഴങ്ങ, ഉം, അങ്ങനെ ഇതൊക്കെയാണ് പൊതുവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളിലുള്ള പുളിയുള്ള ദ്രവ്യങ്ങൾ. അത് ഇതിൽ നെല്ലിക്കയും മാതള നാരങ്ങയും ഒഴിച്ച് ബാക്കിയെല്ലാം പിത്തത്തിനെ കൂട്ടേണ്ടതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. ഉള്ളിൽ പിത്തം കൂടിയാലത്തെ പ്രശ്നങ്ങളാണ് പുളി സ്ഥിരമായിട്ട് കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ വരുന്നത്. അപ്പൊ അതില് അങ്ങനെ ഇല്ല, അങ്ങനെ ഉണ്ടാക്കാത്തൊരു സാധനം നെല്ലിക്കയാണ്. എന്നും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം നെല്ലിക്ക, മാതളപ്പഴവും ആണ്. പിന്നെ ലവണം, ലവണം അഥവാ ഉപ്പ്. ഉപ്പിന്റെ പ്രത്യേകത എന്താ? ഉപ്പ് ആഹാരത്തിന് രുചി ഉണ്ടാക്കണതാണെന്ന് പറഞ്ഞു അല്ലെ. ആഹാരത്തിൽ ഉപ്പിട്ടില്ലെങ്കിൽ അതിന്റെ സ്വാദ് അറിയില്ല. നമുക്കറിയാം, നമ്മൾ അടുക്കളയിൽ പെരുമാറുന്ന ആൾക്കാർക്കൊക്കെ അറിയാം അല്ലെ. അല്ലെങ്കിൽ വേണ്ട, ഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ അറിയാം ഉപ്പില്ലെങ്കിൽ രുചി അറിയില്ല എന്നുള്ളത്. ആഹാരത്തെ പചിപ്പിക്കാൻ, ദഹിപ്പിക്കാൻ, നന്നായിട്ട് ദഹനം നടക്കണം എന്നുണ്ടെങ്കിൽ ഉപ്പ് വേണം. അതുപോലെ അഗ്നി നല്ല എന്താ പറയാ ഡൈജഷൻ ഉണ്ടാവാൻ, അഗ്നിദീപ്തി ഉണ്ടാകാന്, കൂടുതൽ ദോഷങ്ങൾ ഇല്ലാതെ എന്താ പറയാ കഫവും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അതിനൊക്കെ മാറ്റാൻ ഉപ്പ് വേണം. ഈ മലത്തേക്ക് ഇളക്കി കളയുന്ന ഒരു സ്വഭാവമുണ്ട് ഉപ്പിന്. അതുപോലെ ഈ ഉപ്പ് അധികമായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അത് ഈ രക്തവാദം, വാതരക്തം ഉണ്ടാവാനൊക്കെ ഉപ്പ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാർക്ക് രക്തവാദം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കഷണ്ടി, മുടി കൊഴിച്ചില്, ജര, നര, ഇത് പെട്ടെന്ന് വാർദ്ധക്യം കയറി വരാൻ സാധ്യതയുണ്ട് ഉപ്പ് സ്ഥിരമായി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്. അതുപോലെ ദാഹം, ഉപ്പ് തിന്നവര് വെള്ളം കുടിക്കും അല്ലെ, നല്ലോണം ദാഹം വരും. സ്കിന്നിന് അത്ര നല്ലതല്ല, സ്കിന്നിന്റെ ആ ഒരു യുവത്വം നഷ്ടപ്പെടും പെട്ടെന്ന്. അതുപോലെ വിസർപ്പം, നേരത്തെ പറഞ്ഞ ആ സ്കിൻ ഡിസീസസും അങ്ങനെ ചിലതൊക്കെ വരും ഉപ്പ് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാല്, സ്ഥിരമായിട്ട് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാല്. അതിൽ പല്ലിനും എല്ലിനും ഒക്കെ ബലം കുറയും. ഇതൊക്കെയാണ്. പിന്നെ ഉപ്പിന്റെ എന്താ പറയാ, ഉപ്പടങ്ങിയിട്ടുള്ള ദ്രവ്യങ്ങൾ എന്ന് പറയാൻ അങ്ങനെയില്ല. പലതരം ഉപ്പുകളാണ് നമുക്ക് കിട്ടണത് അല്ലെ. അതിൽ ഇന്ദുപ്പ്, തുവർച്ചില ഉപ്പ്, കാരുപ്പ്, വിളയുപ്പ് എന്നൊക്കെ പറഞ്ഞ് പല ഉപ്പുകളുണ്ട്. കടലുപ്പ്, രോമകം, പിന്നെ പൊടിയുപ്പ്, സീസം, അങ്ങനെയൊക്കെ പറഞ്ഞ് പല തരം ഉപ്പുകളുണ്ട്. അതില് ഈ സൈന്ധവം അഥവാ ഇന്ദുപ്പാണ്. ഇന്ദുപ്പ് എന്നും കഴിക്കാം. അത് ബാക്കിയുള്ളതൊക്കെ കണ്ണിന് അത്ര നല്ലതല്ല. ഇന്ദുപ്പ് കണ്ണിന് നല്ലതാണ് അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അടുത്തത് കയ്പ്പ്, തിക്തം. തിക്തരസം എന്ന് പറഞ്ഞാൽ രുചി ഇല്ലാത്തൊരു രസം അല്ലെ. രുചിയില്ല, ആർക്കും കഴിക്കാൻ വലിയ ഇഷ്ടമില്ലാത്തതാണ് തിക്തരസം. രുചി ഇല്ലാത്തതെന്ന് മാത്രമല്ല, പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ രുചിക്കുറവിനെ മാറ്റുന്നതുമാണ് തിക്തം. അതായത് തിക്തം കഴിച്ചാല്, കയ്പ്പ് ഉള്ളത് കഴിച്ചു കഴിഞ്ഞാൽ രുചി അപ്പ രുചി ഉണ്ടാവില്ലെങ്കിലും പിന്നെ നമ്മുടെ അരോചകം എന്ന് പറയുന്ന രുചി ഇല്ലായ്മയുള്ള ഒരു അസുഖത്തിന്, ആ ഒരു പ്രശ്നത്തിനെ അത് മാറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് കൃമി, വിഷം അങ്ങനെയുള്ളതിന്, കൃമിക്കും വിഷത്തിനും ഒക്കെ കൃമിഹരാണ്. വിഷത്തിനെ കുറയ്ക്കുന്നതാണ്, വിഷത്തിന്റെ അംശത്തിനെ കുറയ്ക്കും അത്. അതുപോലെ ഈ പറഞ്ഞ ലവണം അല്ലെങ്കിൽ പുളിയൊക്കെ കഴിച്ചിട്ടുള്ള ഉണ്ടാവുന്ന ആ ചുട്ടുനീറ്റൽ ഉണ്ടല്ലോ, അങ്ങനത്തെ വിദാഹത്തിനെയൊക്കെ ഈ തിക്തരസം കുറയ്ക്കുന്നുണ്ട്. ഈ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ചുട്ടുനീറ്റലിനെ കുറയ്ക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ തിക്തം ഈ ഇതിന്റെ നേരെ വിപരീതമാണ്. പുളിക്കും അല്ലെങ്കിൽ ഉപ്പിനും ഒക്കെ ഉണ്ടാക്കുന്നതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നു അല്ലെ. സ്കിന്നിനൊക്കെ അത് ഏറ്റവും നല്ലൊരു സാധനമാണ്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഒരു കടയിൽ പോയപ്പോൾ ഒരു പഴം തൂങ്ങി കിടക്കുന്നുണ്ട്. പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ പറയണം, തിക്തത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഞാനിത് കണ്ടിട്ട് ഇത് എന്ത് പഴമാണെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു സ്വർഗപ്പഴം. ആർക്കെങ്കിലും അറിയോന്നറിയില്ല, കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. സ്വർഗപ്പഴം എന്നാണ് അതിന്റെ പേര് പറഞ്ഞത്. എന്നിട്ട് ആ കടയിലുള്ള ആൾ എന്നോട് പറഞ്ഞു, ഇത് പേര് സ്വർഗപ്പഴം എന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് കഴിക്കാൻ അത്ര സ്വാദൊന്നുമില്ല കേട്ടോ. കഴിച്ചവര് പറഞ്ഞത് ഭയങ്കര കയപ്പാണ് ഇത്. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ ഇത് എന്തിനാ അത് ഇവിടെ വെച്ചിരിക്കുന്നത്, ആൾക്കാർ വാങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഇല്ല, ഇത് സ്കിന്നിന് നല്ല സാധനമാണ്. അല്ല, അല്ലെങ്കിലും അങ്ങനെയല്ലേ ഡോക്ടർ, ഈ മറ്റേ സ്കിന്നിനുള്ള സ്കിന്നിന് പറ്റിയ സാധനങ്ങളൊക്കെ കയ്പാല്ലേ. നമ്മള് പടവലങ്ങയും ഒക്കെ സ്കിന്നിന് നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട്. കയ്പയ്ക്കയും പടവലങ്ങയും ഒക്കെ നല്ലതല്ലേ. അതൊക്കെ കയ്പാണല്ലോ, ശരിയാ. അപ്പൊ ഇതും നല്ലതായിരിക്കും.
എന്ന് പറയാ അവര്. അപ്പൊ അത് കയ്പ്പ് എന്ന് പറഞ്ഞ രസം സ്കിന്നിന് നല്ലതാണ്, ചർമ്മത്തിന്റെ അല്ലെങ്കിൽ ത്വക്ക് രോഗങ്ങൾക്കെല്ലാം കയ്പ്പ് നല്ലതാണ്. പിന്നെ പനിക്ക് പനിയെ കുറയ്ക്കുന്നതാണ്, ദീപനപാചനാണ്. പിന്നെ മുലപ്പാലിനെ ശുദ്ധമാക്കും എന്ന് പറയുന്നുണ്ട്. അതായത് ഈ മുലപ്പാലിന്റെ ഒരു പ്രത്യേക പ്രശ്നം, ആ സമയത്ത് നമ്മൾ പ്രസവം കഴിഞ്ഞ് നമ്മൾ കൊടുക്കുന്ന പുഷ്ടിക്കുള്ള ആഹാരങ്ങളൊക്കെ കൊടുത്ത് മുലപ്പാലിൽ പെട്ടെന്ന് കഫത്തിന്റെ അംശം കൂടുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അപ്പൊ അത് ഈ കയ്പുള്ളത് കുറേശ്ശെ കൊടുത്തു കഴിഞ്ഞാൽ ആ കഫം കൂടിയുള്ള പ്രശ്നങ്ങള്, മുലപ്പാലിന്റെ ഒരു ദോഷങ്ങൾ തീർന്ന് നല്ല പാലായിട്ട് വരും. അതുപോലെ ഈ ദോഷങ്ങളെ ഒക്കെ മാറ്റുന്നതാണ്, ശരീരത്തിലെ അമിതമായിട്ടുള്ള ദോഷങ്ങളെയൊക്കെ മാറ്റും. ദുർമേധസ്സിനെയൊക്കെ കുറയ്ക്കുന്നതാണ്. അങ്ങനെ ശരീരത്തിനെ ഒന്ന് ശുഷ്കിപ്പിക്കുന്നതാണ്. ഒന്ന് എന്താ പറയാ, നേരത്തെ പുഷ്ടി പറഞ്ഞു, മധുരം കഴിച്ചാൽ പുഷ്ടി ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിനെ നേരെ വിപരീതമായിട്ട് ശരീരത്തിനെ ഒന്ന് ശുഷ്കിപ്പിക്കുന്നതാണ് തിക്തരസം. എന്നാൽ അത് കൂടുതലായി കഴിഞ്ഞാൽ ഇപ്പൊ ഇതൊക്കെ പ്രശ്നമാവുമല്ലോ അല്ലെ. ശരീരം നല്ലോണം ശുഷ്കിക്കും കൂടുതലായി കഴിഞ്ഞാൽ. ഈ തിക്തം കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാരില് സപ്തധാതുക്കളും 7 ധാതുക്കളും രസം, രക്തം, മാംസം, മേധസ് ഒക്കെ കുറയും. അതുപോലെ സ്രോതസ്സുകൾക്കൊക്കെ ഒരു പരുപരിപ്പ്, ഒരു തെളിമയില്ലായി അല്ല, ഒരു ഘർഷണം കൂടുതലായ പോലെ, എല്ലാ സ്രോതസ്സിലും വെള്ളത്തിന്റെ അംശം കുറഞ്ഞ പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. നമുക്ക് അറിയാം, നമ്മുടെ വായലും ഒക്കെ വെള്ളം കുറഞ്ഞാലത്തെ ഒരു ബുദ്ധിമുട്ട് അല്ലെ, മൂക്കിലും വായിലും ഒക്കെ വെള്ളം കുറഞ്ഞാലത്തെ പ്രയാസം അറിയാം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് തിക്തം കൂടുതലായി കഴിച്ചാൽ ഉണ്ടാവുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ബലം കുറയും, ശരീരം മെലിയും, ക്ഷീണിക്കും. ചില ആൾക്കാർക്ക് തലചുറ്റലൊക്കെ ഉണ്ടാവാം. വായയും തോലും സ്കിന്നും ഒക്കെ ഡ്രൈ ആവും. അങ്ങനെ അത് മാത്രല്ല, നമ്മളെ വാതരോഗങ്ങൾ ഉള്ള ആൾക്കാർക്ക്, ശരീരവേദനകളും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് കൂടാനും, തിക്തം സ്ഥിരമായിട്ട് കഴിച്ചാൽ കൂടാനും സാധ്യതയുണ്ട്. തിക്തം കയ്പുള്ള ദ്രവ്യങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചാല് പടവലം, ബ്രഹ്മി, ഇരുവേലി, രാമച്ചം, ചന്ദനം, കിര്യാത്ത് എന്ന് പറഞ്ഞാൽ കിരാതതിക്ത കിര്യാത്ത്, വേപ്പ്, കടുരോഹിണി, ചിറ്റമൃത്, ഇരുമ്പ്, കൊടുത്തൂവ, അകില്, കുടകപ്പാല, മഞ്ഞള്, മരമഞ്ഞള്, മുത്തങ്ങ, ആടലോടകം. അതുപോലെ വലിയ പഞ്ചമൂലങ്ങളിലുള്ളത് ചെറുവഴുതിന, വെൺവഴുതിന, കാട്ടുവെള്ളരി, അതികുടയം, വയമ്പ്. ഇതൊക്കെ പിത്തം കൂടുതലുള്ളതാണ്, കയ്പ് കൂടുതലുള്ള സാധനങ്ങളാണ്. അതിൽ ഈ പടവലവും ചിറ്റമൃതും ഒഴികെ ബാക്കിയെല്ലാം സ്ഥിരമായി കഴിക്കുന്നത് നല്ലതല്ല. പടവലം ഇത് സ്കിന്നിന് നല്ലതാണ്, ബാക്കിയെല്ലാം ദോഷം ചെയ്യുന്നതാണ്. പിന്നെ അടുത്തത് പറയാനുള്ളത് എരിവിനെ പറ്റിയാണ്. ഈ എരിവിന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ വായയിലൊക്കെ ഇങ്ങനെ ചുട്ടുനീറ്റലും കാര്യങ്ങളും ഉണ്ടാക്കുന്നു പറഞ്ഞു. പക്ഷെ ഇത് വായയെ ശുദ്ധിയാക്കണതാണ്. വായയിലുള്ള കൂടുതലുള്ള കഫത്തിനെയൊക്കെ കളയും എന്നുള്ളതായിരിക്കാം. വായയെ ശുദ്ധിയാക്കുന്നുണ്ട്. ജഠരാഗ്നി, നമ്മുടെ വിശപ്പിനെയൊക്കെ നല്ലോണം ഉണ്ടാക്കും, വിശപ്പ് കൂട്ടുന്നതാണ്. അതുപോലെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ച ആഹാരത്തിനെ ദഹിപ്പിക്കാൻ എരിവ് സഹായിക്കും. പിന്നെ മൂക്കില്, കണ്ണിലൊക്കെ നല്ലോണം വെള്ളം നിറയും, അതൊക്കെ നമുക്കറിയാം. ഇന്ദ്രിയങ്ങൾക്കൊക്കെ അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ നിറഞ്ഞുകൊണ്ടായിരിക്കാം ഇന്ദ്രിയങ്ങൾക്ക് നല്ല ഉണർവ് ഉണ്ടാവും. അപ്പൊ നമ്മൾ പറയൂലേ, ചൊടിയുള്ള ആഹാരം കഴിക്കണം, കണ്ണും കാതൊക്കെ നല്ല തെളിയാൻ എന്ന് പറയും. അപ്പൊ അതാണ്. പിന്നെ ഈ ഭക്ഷണത്തിന് നല്ല രുചി ഉണ്ടാക്കാന് ചൊറിച്ചില് പോലുള്ളതിനെയൊക്കെ കുറയ്ക്കണു, വ്രണങ്ങളെയൊക്കെ ഉണക്കണു, കൃമിഹരാണ്, സ്രോതസ്സിനെയൊക്കെ നല്ല ശുദ്ധാക്കി നല്ല തുറക്കണതാണ് എരിവ്. അത് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഈ പുംസത്വത്തിനെ കുറയ്ക്കുന്നതാണ്. അത് സെമിന്റെ അളവൊക്കെ കുറയ്ക്കുന്നതാണ്. മനോവിഭ്രമം ഉണ്ടാക്കാം, മനസ്സിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ക്ഷീണം ഉണ്ടാവാം, ഭയങ്കര തളർച്ച ഉണ്ടാവാം. അതുപോലെ ശരീരം മെലിയാൻ, എരിവ് വല്ലാണ്ട് കഴിക്കുന്ന ആൾക്കാർക്ക് ശരീരം മെലിയാം, വാതരോഗങ്ങൾ കൂടാം, മോഹാലസ്യം ഉണ്ടാവാം. അപ്പൊ ഇതൊക്കെയാണ് വാതജായിട്ടുള്ള വേദനകളും കാര്യങ്ങളൊക്കെ കൂടും. തലചുറ്റലൊക്കെ ഉണ്ടാവാൻ ചിലർക്ക്, അല്ലാണ്ട് വേർക്കല്
ഒക്കെ ഉണ്ടാവാം. ഇതൊക്കെയാണ് എരിവ് അധികം കഴിച്ചാൽ, സ്ഥിരമായിട്ട് അധികം കഴിച്ചാലത്തെ പ്രശ്നങ്ങൾ. ഈ എരിവുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കഴിക്കുന്നത് ഏതൊക്കെയാണ്? കായം, കുരുമുളക്, മുളക്, അതുപോലെ പിത്തം. ഈ പിത്തം എന്ന് പറഞ്ഞാല് നമ്മള് ഇങ്ങനെ കട്ടുകൾ ഉണ്ടല്ലോ, ഓരോ ഇതിന്റെ കറയുള്ള പച്ചക്കറികളായിക്കോട്ടെ അല്ലെങ്കിൽ ചെടികൾ, എന്ത് കറയായിട്ട് നമ്മൾ കഴിക്കുന്ന സാധനങ്ങളിനൊക്കെ എരിവുള്ളതാണ്. ചേർക്കുരു, വെളുത്തുള്ളി, ഇതിനൊക്കെ എരിവാണ്. അതില് ചുക്കമുളക്, ചുക്കമുളക്, വെളുത്തുള്ളി ഇതൊഴികെ ബാക്കിയെല്ലാം പുംസത്വത്തിനെ കുറയ്ക്കുന്നതാണ്. ബാക്കിയെല്ലാം ഇങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതല്ല. ചുക്കും മുളകൊന്നും കഴിക്കുന്നതിൽ ചെറിയ അളവിൽ സ്ഥിരമായിട്ട് കഴിക്കുന്നതിൽ തെറ്റില്ല. പിന്നെ അപ്പൊ ഇതില് എരിവിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് കഷായരസം അഥവാ ചവർപ്പ്. ചവർപ്പില് പറയണത് എന്താന്ന് വെച്ചാല് ദോഷത്തിനെ, എല്ലാ ശരീര ദോഷങ്ങളെ എല്ലാത്തിനെയും ഒന്ന് കുറയ്ക്കുന്നതാണ്. ഈ മലങ്ങളെയൊക്കെ ഇളക്കി കളഞ്ഞ് ഇളകിപ്പോണ, ഇങ്ങനെ ഇപ്പൊ നമ്മള് ഈ എരിവില് പറഞ്ഞ പോലെ ഇതൊക്കെ ഇളകും എന്നല്ലേ പറഞ്ഞേ, അതിനെയൊക്കെ ഒന്ന് ശമിപ്പിക്കുന്നതാണ് കഷായരസം. ദോഷങ്ങളെയൊക്കെ ഒന്ന് കുറയ്ക്കും, വ്രണങ്ങളെയൊക്കെ ഉണക്കും. അതുപോലെ ഈ വ്രണത്തില് നമുക്കറിയാം മുറിവുകളിൽ ഉണ്ടാവുന്ന ഒരു വെള്ളാംശം, വെള്ളത്തിന്റെ അല്ലെങ്കിൽ നുലവ് പോലെ ഉണ്ടാവുന്ന അതിനെയൊക്കെ മാറ്റുന്നത് കഷായരസം കഴിച്ചാൽ അതൊക്കെ പെട്ടെന്ന് മാറും. പക്ഷെ കഷായത്തിനുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് ഇത്തിരി സ്തംഭനാണ്. അങ്ങനെയുള്ള, അതായത് ഈ പറഞ്ഞു വെള്ളത്തിന്റെ അംശം കുറയുമ്പോൾ പൊതുവെ നമ്മുടെ വയറും ഒക്കെ സ്തംഭിക്കാൻ അത് കാരണമാവും. രൂക്ഷത്വം കൂടുതലാണ് അതിന്. അപ്പം അങ്ങനെ നമ്മുടെ ശരീരത്തിലെ എല്ലാ വെള്ളത്തിന്റെ അംശവും ഒന്ന് കുറയാൻ സാധ്യതയുണ്ട്. ഒരു വരൾച്ച ഉണ്ടാക്കുന്നതാണ്. അപ്പൊ കൂടുതലായി കഴിഞ്ഞാൽ ഇത് തന്നെ വരൾച്ച ഉണ്ടാവും. വയറിനൊക്കെ വയറൊക്കെ വീർത്ത് ഇരിക്കുന്ന പോലെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഹൃദയത്തിന് വേദന, ഹാർട്ടിന്റെ ഭാഗത്തൊക്കെ ഒരു വേദന പോലെ തോന്നാം ഒരുപാട് കഷായം രസമുള്ള ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ. പുരുഷത്വത്തിന് ഇതും ഹാനികരാണ്. പിന്നെ അതുപോലെ ആഹാരം കഴിക്കാൻ ഒരു ഇഷ്ടമില്ലായ ആഹാരം കഴിക്കുമ്പോൾ ഒരു വയറിനൊരു ബുദ്ധിമുട്ട് ഒക്കെ കഷായരസം, ചവർപ്പ് രസം സ്ഥിരമായിട്ട് കഴിച്ചാൽ ഉണ്ടാവും. വാക്കിനൊരു വർത്തമാനം പറയാനൊരു ബുദ്ധിമുട്ട്, നേരത്തെ ഒരു ജഡത എന്ന് പറഞ്ഞല്ലോ, നാവിന് അനക്കാൻ പറ്റാതെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതായിരിക്കാം വാക്കിനൊരു തടസ്സം എന്ന് പറയുന്നു. സ്രോതസ്സുകൾക്കും ഒക്കെ ഒരു തടസ്സം ഉണ്ടാവും. ശരീരത്തിന് ഇത്തിരി കറുപ്പ് നിറമൊക്കെ കൂടാൻ സാധ്യതയുണ്ടെന്ന് ചവർപ്പ് രസം സ്ഥിരമായിട്ട് കഴിച്ചാല്. അതുപോലെ അധോവായു, മൂത്രം, മലം അതിനൊക്കെ ഒരു തടസ്സം ഉണ്ടാവാം സ്ഥിരമായിട്ട് ചവർപ്പ് രസം കഴിച്ചാൽ. ഈ ചവർപ്പ് രസം ഉള്ള ആഹാരങ്ങൾ പറയാന്ന് വെച്ചാല് താനിക്ക, വാഗ, കരിങ്ങാലി, തേന് ഒരു അനുരസമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കടമ്പ്, പിന്നെ അത്തി, പവിഴം, അഞ്ജനക്കല്ല്, കാവിമണ്ണ്, ഈന്തപ്പഴത്തിനും അനുരസമായിട്ടാണ് വരുന്നത്. താമരവളയം, താമര, ചെങ്ങനീർക്കിഴങ്ങ് ഇതിനൊക്കെ ചവർപ്പ് രസം ഉള്ളതാണ്. ഇതില് കടുക്ക ഒഴികെ ബാക്കിയെല്ലാം ഒരു സ്തംഭനം, സ്തംഭനം ഒക്കെ ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. വയറിനൊരു സ്തംഭനം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ബാക്കിയെല്ലാം. ഇപ്പൊ താനിക്ക് സ്ഥിരം കഴിച്ചാലും വലിയ പ്രശ്നമില്ല, കടുക്ക സ്ഥിരം കഴിച്ചാലും വലിയ പ്രശ്നമില്ല. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാക്കില്ല, സ്തംഭനമൊന്നും ഉണ്ടാക്കണില്ല. ബാക്കിയെല്ലാം സ്തംഭനം ഉണ്ടാക്കും. അപ്പൊ ഇങ്ങനെയാണ് ഈ രസങ്ങളുടെ പ്രത്യേകതകൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇപ്പൊ ഇതിന്റെ തന്നെ ഇപ്പൊ ഈ രസങ്ങൾ നമ്മൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു, നല്ല ഗുണങ്ങൾ പറഞ്ഞു, അതിന്റെ ദോഷങ്ങളും പറഞ്ഞു. അപ്പൊ നമ്മൾ എങ്ങനെ കഴിക്കണം? ആഹാരത്തില് എല്ലാ ദിവസവും നമ്മൾ ഈ എല്ലാ രസങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ഒരുവിധമൊക്കെ നമ്മളത് ഉൾപ്പെടുത്തുന്നുണ്ടാവും. അപ്പോ എങ്ങനെ ഉൾപ്പെടുത്തണം? 6 രസങ്ങളില് മധുരം കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. മധുരത്തിന് പ്രാധാന്യം കൊടുത്ത് 6 രസങ്ങളും ഉൾപ്പെടുത്തണം. ഇപ്പൊ നമ്മള് സദ്യക്കൊക്കെ പോകുമ്പോൾ
നമ്മൾ എല്ലാ ടേസ്റ്റുള്ള ആഹാരങ്ങളും കഴിക്കുന്നുണ്ട് അല്ലെ. മധുരത്തിന് പായസം, ചോറിനും ചെറിയ മധുരമാണ്, എല്ലാ സാധനത്തിലും ചെറിയൊരു മധുരം ഉണ്ടാവും. അതുപോലെ പുളിയിഞ്ചി ആണെങ്കിലും മോരാണെങ്കിലും ഒക്കെ പുളിയുള്ളതാണ്. ഉപ്പ്, പിന്നെ എരിവുള്ള രസവും സാമ്പാറും ഒക്കെ കഴിക്കുന്നുണ്ട്. അതുപോലെ ഇതിലൊക്കെ കയ്പും, ഇപ്പൊ സാമ്പാറിലൊക്കെ ആണെങ്കിൽ കായത്തിന്റെയും ഒക്കെ ഉള്ള ചെറിയ കയ്പ് അനുഭവപ്പെടാം. എല്ലാ രസങ്ങളും നമ്മൾ സ്ഥിരം കഴിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഞാൻ പറയുന്ന ചെറിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സദ്യക്ക് പോകുമ്പോൾ നമ്മളുടെ ശീലം ശരിക്കൊന്ന് മാറ്റേണ്ടതാണ്. ഈ മധുരം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കഴിക്കേണ്ട ഇതാണ്. നമ്മളെല്ലാവരും പായസം കഴിക്കുന്നത് അവസാനമാണ് അല്ലെ. അങ്ങനെയല്ല ശരിക്കും ഏറ്റവും നല്ലത്. മധുരം ആദ്യം കഴിക്കാം. നമുക്ക് വിശപ്പുള്ള സമയത്ത് മധുരം കഴിക്കാം. മധുരം ശരീരത്തിന് ആവശ്യമുള്ളതാണ്, പുഷ്ടി ഉണ്ടാക്കുന്നതാണ് ഒക്കെ പറഞ്ഞു. അത് ദഹിക്കാൻ നല്ല പ്രയാസമുള്ളതാണ്. അപ്പൊ ആ വിശപ്പ് കൂടുതലുള്ള ആ സമയത്ത് മധുരം കഴിച്ച് അത് കഴിക്കേണ്ട ക്രമം ചെറിയൊരു മാറ്റം വരുത്തിയാൽ കുറച്ച് നല്ലതായിരിക്കും. അത് കഴിച്ചു കഴിഞ്ഞ് ആ കഴിച്ചതിനെ അല്ലെങ്കിൽ അതിന്റെ സ്വാദിനെ നന്നായിട്ട് അറിയാനും ഒക്കെ ആയിട്ട് എരിവും പുളി ഉപ്പും ഉള്ളത് കഴിക്കാം. അത് കഴിഞ്ഞ് അതിനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എരിവ് കഴിക്കാം. അപ്പൊ അങ്ങനെ ആ ക്രമത്തിനെ ചെറുതായിട്ടൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഈ എല്ലാ രസങ്ങളെയും നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ രസങ്ങള് നമ്മുടെ ശരീരത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നറിയാതെ എല്ലാ ദിവസവും എല്ലാ രസങ്ങളും നമ്മൾ ആസ്വദിക്കുന്നുണ്ട് അല്ലെ. അപ്പോ അതൊട്ടും കൂടാതെയും ഒട്ടും കുറയാതെയും ഇനിയും അങ്ങോട്ട് ആസ്വദിക്കാനും നല്ലൊരു ദീർഘമായ ജീവിതം ജീവിക്കാനും നമുക്ക് പറ്റട്ടെ. ഈ രസങ്ങളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ആയുർവേദത്തിന്റെ ചെറിയ ചെറിയ ഇങ്ങനത്തെ ബാലപാഠങ്ങൾ നമ്മുടെ വീട്ടിലെ ഓരോരുത്തരും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റും അല്ലെ. നമ്മുടെ കുട്ടികളിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലെ ഓരോ അംഗങ്ങളുടെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെ ചെറിയ പാഠങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എപ്പോഴും നല്ലതാണ്. അതിന് ഈ ആയുർവാണി നമുക്ക് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യട്ടെ. അപ്പൊ എല്ലാവരും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അറിയുന്ന കാര്യങ്ങളൊക്കെ പറയാം. താങ്ക് യു ഡോക്ടറെ, വളരെ നന്നായിട്ട് ക്ലാസ് എടുത്തു ഡോക്ടർ. ഇനി ഇതിൽ ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഇതിൽ കാണുന്ന പേരുകൾ ഞാൻ വിളിക്കാം. സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. രഞ്ജി,